ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിന് ആനുവൽ എക്സാമിന് വരാൻ കൊല്ലപ്പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെയൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ് നീളം, ഇവിടെയും 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്തും വിഡ്ത്തും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതുപോലെ എത്ര സ്ക്വയർ തന്നിട്ടുണ്ട്? 1 2 3 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളോടുള്ള ചോദ്യം എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിളിൽ ഈ ഒരു ചതുരത്തിൽ എത്ര ഇതുപോലെയുള്ള 1 സെൻറ്റിമീറ്ററിൻ്റെ ചതുരം വരയ്ക്കാൻ പറ്റുന്ന ചോദിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് നോക്കാം. ഈ ലൈൻ ഇങ്ങനെ താഴോട്ട് വരയ്ക്കുക, ഈ ലൈന് നേരെ, അതുപോലെ ഈ ലൈൻ താഴോട്ട്, ഈ ലൈന് ഇങ്ങനെ അല്ലേ. എല്ലാ ലൈനും നീട്ടി വരച്ച് നോക്കുക. ഇവിടെ ഇങ്ങോട്ട്, അടുത്തത് മുകളിലോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ പാതിയാക്കണ്ടേ, ഈ ലൈന് നീട്ടണ്ടേ. അതുപോലെ ഈ ലൈന് ഇവിടെ വരെ അങ്ങോട്ട് നീട്ടുക, ഈ ലൈന് മേലോട്ട്. ഇനി ഏതാ ഉള്ളത്? ഇത് ഇങ്ങോട്ട്. ഇവിടെ ഫില്ലായില്ലല്ലോ, ഇവിടെ നീട്ടി വരയ്ക്കുക. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട്? 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉള്ളത്. 1 2 3 4 5. 5ൻ്റെ 4 എണ്ണം അല്ലേ. 1 2 3 4. ഇങ്ങോട്ട് 5ഉം ഇങ്ങോട്ട് 4ഉം. അപ്പോൾ 5 × 4 5 ഗുണിക്കണം 4. എത്ര സ്ക്വയർ ഉണ്ട്? 20 20 ഉണ്ട് അല്ലേ. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ എണ്ണി നോക്കാം കേട്ടോ. മനസ്സിലാത്ത മക്കൾക്ക് 1 2 3 4 5 6 7 8 9 10, പിന്നെ 11 അല്ലേ. 11 12 13 14 15 16 17 18 19 20. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട് നോക്കാൻ പറഞ്ഞാൽ ഇതുപോലെ വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്വയേഴ്സ് 5 × 4 = 20 എന്ന് എഴുതല്ലേ. എത്ര സ്ക്വയർ ആണ് ഇതിൽ പറ്റാന്നുള്ളത്? 5 × 4 = 20 എന്ന് എഴുതാം. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഏരിയ ആണ്. ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്. എൻ്റെ ഇക്വേഷൻ എന്താണ്? L × B അല്ലേ. L × B, അതായത് നീളം ഗുണിക്കണം വീതി. അപ്പം നീളം എത്രയായിരുന്നു? ഇവിടെ 1 സെൻറ്റിമീറ്ററിൻ്റെ എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആയില്ലേ. അപ്പോൾ 5, പിന്നെ ബ്രെഡ്ത്ത് വീതി എത്രയാ? താഴോട്ട് 1 2 3 4 സെൻറ്റിമീറ്റർ. അതും എത്രയാണ്? 20 20 തന്നെയാണ് കേട്ടോ. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു ചതുരത്തിൻ്റെ നീളം ഏതൊക്കെയാ? 5 സെൻറ്റിമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പം നീളം ചോദിച്ചാൽ അങ്ങനെയെങ്കിൽ പെരിമീറ്റർ ആണ് കാണാൻ പറയുന്നത്. പെരിമീറ്റർ അതായത് ചുറ്റളവ് എങ്ങനെയാണ് നമ്മൾ കാണുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ 4 ഭാഗം കൂടെ കൂട്ടുന്ന സമയത്താണ് നമുക്ക് ചുറ്റളവ് കിട്ടുക. അതിന് എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡബിള് ഇത് ഡബിള് അങ്ങനെ നോക്കിയാൽ പോരെ. ഈ ഭാഗത്തും ഈ ഭാഗത്തും 4 ആയിരിക്കും, മുകളിലും താഴെയും 5 ആയിരിക്കും, 5 ആയിരിക്കും. അടുത്തത്, അപ്പോൾ നമുക്ക് ഈ പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B അല്ലേ. അതായത് 2 × നീളം പ്ലസ് വീതി. നീളത്തിൻ്റെയും വീതിയുടെയും ഡബിള്. അങ്ങനെയെങ്കിൽ നമുക്ക് 2 അതുപോലെ എഴുതാം. നീളം എത്രയായിരുന്നു? 2 × നീളം ലെങ്ത്ത് 5 5 പ്ലസ് വീതി 4 4 അല്ലേ. ബ്രെഡ്ത്ത് 4. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 + 4 എത്രയാ? 9 ആണ്. അപ്പം 9 = 2 × 9 എത്രയാ? 18 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. മനസ്സിലായോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. 3624 3624നെ 100 കൊണ്ട് അല്ലേ, 100 കൊണ്ട്, 10 10 കൊണ്ട്, 5 5 കൊണ്ട്, 2 2 കൊണ്ട്, അതുപോലെ 4 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശിഷ്ടം എത്രയാണെന്ന് എഴുതാൻ. അപ്പോൾ അതായത് റിമൈൻഡർ എത്രയാണെന്ന് എഴുതാൻ. അപ്പം നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഫസ്റ്റ് നമുക്ക് 100 കൊണ്ട് ചെയ്യാം. 3600
24 അല്ലേ. 3624നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 100 എഴുതുക. അപ്പോൾ നമ്മളിവിടെ 3 അക്ക നമ്പറാണല്ലേ ഉള്ളത്, 100 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 3 നമ്പറിൻ്റെത് നോക്കണം. 362, 362. അതിലെത്ര 100 ഉണ്ട്? 300 അല്ലേ, 300. പിന്നെ നമ്മളിവിടെ 4 ആക്കുകയാണെങ്കിൽ 400 ആയിപ്പോവില്ലേ, 400 ആയിപ്പോവും. അപ്പോൾ അത് വേണ്ട. ഇനി ഇവിടെ 2, 6 അല്ലേ. 2ന്ന് 0, 2 തന്നെ. 6ന്ന് 0 മൈനസ് ചെയ്താൽ 6 തന്നെ. അപ്പോൾ ബാക്കി 62. 62ൽ 100 പോവോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 4 ഇങ്ങോട്ട് ഇറക്കി എഴുതാം. അപ്പോൾ 624, 624ൽ എത്ര 100 ഉണ്ട്? നമുക്കറിയാം അല്ലേ, 600 ആണ്. 600, 600 ആണ് 600. ബാക്കി എത്രയാ? 24, 24. 24ൽ 100 പോവുക? ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 ഇടുക. ഇവിടെ ഒരു 0 ഇടുന്ന സമയത്ത് ഇവിടെ ഒരു കുത്തിടുക അല്ലേ, ഒരു പോയിൻ്റ് ഇടുക. അന്നേരം ഇവിടെ 240ൽ എത്ര 100 ഉണ്ട്? എത്ര 100 ഉണ്ട്? ഇവിടെ 2 100 അല്ലേ. 200 ആണ് 200. ബാലൻസ് എത്രയാ? 40, 40 ആണ്. പിന്നെ നമുക്ക് 40ൽ 100 പോവോ? ഇല്ല. അപ്പോൾ ഒരു 0 ഇടുക. 400ൽ എത്ര 100 ഉണ്ട്? 4 അല്ലേ. 400, 400, 400, 400. അപ്പം റിമൈൻഡർ എത്രയാ? 400ന്ന് 400 കുറച്ചാൽ 400ന്ന് 400 മൈനസ് ചെയ്താൽ എത്രയാ? 0. അപ്പം റിമൈൻഡർ എത്രയാണ്? 0. അപ്പോൾ 100ൻ്റെത് എത്രയാ? 0 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി 10ൻ്റെ നോക്കാം. 3624നെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10 കൊണ്ട് ഹരിക്കാം. 10 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് മക്കൾക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യുക? ഇവിടെ 2 അക്ക നമ്പറാണ്. അപ്പോൾ ഇതിവിടെ 36, 36 എടുക്കാം. 36ൽ എത്ര 10 ഉണ്ട്? 36ൽ എത്ര 10 ഉണ്ട്? 3 10 ആണ് 30. പിന്നെ 4 10 എടുക്കുമ്പോൾ 40 ആയി പോകില്ലേ? അത് പറ്റൂല കേട്ടോ. 36ൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കണം. അപ്പോൾ 30, ഇവിടെ 6ന്ന് 0 മൈനസ് ചെയ്താൽ 6, 6ന്ന് 6 0 കുറച്ചാൽ 6, 3ന്ന് 3 മൈനസ് ചെയ്താൽ 0, അത് എഴുതണ്ട. അപ്പോൾ 6ൽ 10 പോവോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇറക്കി എഴുതുക. 62ൽ എത്ര 10 ഉണ്ട്? 6 10 ആണ് 60 അല്ലേ. അപ്പോൾ അത് എഴുതുക. 10, 6, 6 10, 60. ബാക്കി എത്രയാ? 2, 2 ഉണ്ട്. ഇനി ഇവിടെ നമുക്കൊന്ന് ഇറക്കാനുണ്ട് അല്ലേ, 4, 4 ഇറക്കി എഴുതാനുണ്ട്. ഇനിയോ 24ൽ എത്ര 10 ഉണ്ട്? 2 10 എത്രയാ? 20. 2 10 20. ബാക്കി എത്രയാണ്? 4. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ്? 4, 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10ൽ നിന്നും കിട്ടിയ റിമൈൻഡർ എത്രയാ? 10 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആണ്. അടുത്തത് ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. മക്കൾ ഡിവൈഡ് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ 3624, 3624നെ 5 കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 നമ്പേഴ്സ് തന്നെ എടുക്കാം. 3ൽ 5 പോകൂലല്ലോ. അപ്പോൾ നമുക്ക് 36ൽ അല്ലേ, 36ൽ എത്ര 5 ഉണ്ട്? ഒരു 5 5, 2 5 10, 3 5 15, 4 5 20, 5 5 25, 6 5 30, 7 5 35 അല്ലേ. 7 × 5 അല്ലേ. 7 5s എത്രയാ? 35. ബാക്കി എത്ര? 6ന്ന് 5 മൈനസ് ചെയ്താലല്ലേ, 6ന്ന് 5 കുറച്ചാൽ 1. 1ൽ 5 പോകില്ലല്ലോ. അപ്പം നമുക്ക് ഈ 2 ഇങ്ങോട്ട് ഇറക്കി എഴുതാം. 2 ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ഇവിടെ 12 അല്ലേ, 12 ആയി. അപ്പം നമുക്ക് 12ൽ 12ൽ എത്ര 5 ഉണ്ടെന്ന്? 2 5 ആണ് എത്ര? 10. ഈ 12നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്പർ ആട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 10 അല്ലേ. 2 5 10, 2 5 10. ബാക്കി ഇനി 2ൽ നിന്നും 0 മൈനസ് ചെയ്താൽ 2. ഇനി നമുക്ക് മുകളിൽ ഇറക്കിയിടാണ്ടല്ലോ. 4ലെ 4 ഉണ്ട്. അപ്പോൾ 24. അപ്പോൾ 24ൻ്റെ ഉള്ളിലായിട്ട് എത്ര 5 പോകും? 4 × 5 അല്ലേ. 4 5 20 ആണ്. 5 5 ആകുമ്പോൾ എന്തായി? 25 ആവും. ഇത് 24 കഴിഞ്ഞു പോവും. അപ്പം 4 5 20. അപ്പോൾ ബാലൻസ് 24ൽ നിന്നും 20 മൈനസ് ചെയ്ത് എത്രയാ? 4 അല്ലേ.
അപ്പം 4 തന്നെയാണ് ഇതിൻ്റെയും റിമൈൻഡർ ശിഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4 4 ആണ് കേട്ടോ. ഇനി നമുക്ക് ഏതുകൊണ്ടാണ് 2 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ 3624നെ 2 കൊണ്ട് അല്ലേ, 3624നെ 2 കൊണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഓരോ നമ്പർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഒപ്പരം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 3ൽ എത്ര 2 ഉണ്ട്? 1 2 2 അല്ലേ, ബാലൻസ് 1. 3ന്ന് 2 മൈനസ് ചെയ്താൽ 1. ഇനി അടുത്തത് 6 ഇറക്കി എഴുതുക. 16ൽ എത്ര 2 ഉണ്ട്? 8 2 8 2 16. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുന്നതിന് സ്റ്റെപ്പ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് 36ൽ എത്ര 2 ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് കഴിയും. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പോൾ 16ന്ന് 60 മൈനസ് ചെയ്താൽ ഇവിടെ ഒന്നുമില്ല അല്ലേ, 0 ആണ്. അപ്പോൾ നമുക്കിനി ഇറക്കി എഴുതാൻ ഏതുണ്ട്? 2 ഉണ്ട്, 2 ഉണ്ട്. പിന്നെയോ അപ്പോൾ 2ൽ എത്ര 2 ഉണ്ട്? 1 2 2 ബാക്കി 0. പിന്നെ നമുക്ക് ഏത് ഇറക്കി എഴുതാനുള്ളത്? 4 അല്ലേ. 4ൽ എത്ര 2 ഉണ്ട്? 2 2 4 2 2 4. അപ്പോൾ ശിഷ്ടം എത്രയാ? 0 ആണ് കേട്ടോ, 0 ആണ്. ഇനി നമുക്ക് ഇവിടെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും വലിച്ച് നീട്ടി കൊണ്ടുപോകണമെന്നില്ല. ഇവിടെ എത്തുന്ന സമയത്ത് 16 16ൽ നിന്ന് 16 കുറയ്ക്കുമ്പോൾ 0 ആണല്ലേ. അപ്പോൾ നമുക്ക് 2ഉം 4ഉം ഇറക്കി എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ രണ്ടും ചെറിയ സംഖ്യയാണ്, 2 ഇറക്കി എഴുതാം. അപ്പോൾ എത്ര? 12 12 2 ആണ് 24. അങ്ങനെ വേണമെങ്കിൽ എഴുതിയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മനസ്സിലാകാൻ വേണ്ടി വഴിയായിട്ട് ഒന്നുകൂടെ ചെയ്തു എന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ റിമൈൻഡർ ശിഷ്ടം വരുന്നത് 0 ആണ് കേട്ടോ. ഇനി നമുക്ക് ഏതാ 4 കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ നമ്പേഴ്സിൻ്റെ മക്കൾ ചെയ്തു നോക്കണം. ഹരണം നല്ലപോലെ പഠിച്ച് വെക്കണം കേട്ടോ. ഏത് നമ്പറാണ് നമുക്ക് കിട്ടുക എന്ന് അറിയില്ല. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഹരിച്ചു നോക്കാം. 36 ആദ്യം എടുക്കുക അല്ലേ. 36ൽ എത്ര 4 ഉണ്ട്? 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 9 × 4 36. അപ്പോൾ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ 0 ആണത് എഴുതണമെന്നില്ല കേട്ടോ. ഇനി ഇവിടെ 2 ഇറക്കി എഴുതുക. 2ൽ 4 പോവോ? ഇല്ല. 24. അപ്പോൾ 4ഉം കൂടെ ഇട്ട് കൊടുക്കുക അല്ലേ. 4 24ൽ എത്ര 4 ഉണ്ട്? 5 4 20 6 4 24 അല്ലേ. 6 × 4 24. അപ്പോൾ എത്രയാ ഇവിടെ ശിഷ്ടം വരുന്നത്? റിമൈൻഡർ വരുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ 0. അപ്പോൾ 3624നെ 3624നെ 100 കൊണ്ട് 100 കൊണ്ട് അടിക്കുമ്പോൾ 0 ആണ്. 10 കൊണ്ട് 10 കൊണ്ട് 4 5 കൊണ്ട് 4 2 കൊണ്ടും 4 കൊണ്ടും 0 അല്ലേ, 0 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ തന്നെ തന്നോളണമെന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾ പല നമ്പേഴ്സ് കൊണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ.